ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുട്ടീൻ്റെ സ്കൂളിലെ പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ആണ്. മെയ് മാസം തന്നെ അവളെ അങ്കണവാടിയിൽ നിന്നും മാറ്റി LKGയിലേക്ക് ചേർത്തിരുന്നു. സ്കൂളിലെ ഫസ്റ്റ് ഡേ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് തന്നെയല്ലേ. ഹായ് പറഞ്ഞേ, സ്കൂളിൽ പോയിട്ട് വരാറ്. ഇന്നൊരു ദിവസം അവൾക്കായി മാറ്റിവെക്കണമെന്ന് ഞാനും നാദിയും നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ മറ്റുള്ള എല്ലാ തിരക്കുള്ള പണികളും മാറ്റിവെച്ചു അവളുടെ കൂടെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി. നമ്മൾ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴേ നാദിയുടെ ഒരു ഫ്രണ്ട് നമ്മളുടെ കൂടെ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൂട്ടി നമ്മൾ 5 പേരും കൂടി ഒരു 9:45 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് നമ്മുടെ പൊന്നൂസിൽ കയറി സ്കൂളിലേക്ക് യാത്ര തിരിച്ചു. വീടിൻ്റെ അടുത്തു നിന്നും ഒരു 900 മീറ്റർ സഞ്ചരിച്ചാലാണ് മെയിൻ ഹൈവേയിലെത്താൻ കഴിയുക. ഈ ഹൈവേയുടെ ഓരം ചേർന്നാണ് നമ്മളൊക്കെ മരിച്ചാൽ കബറടക്കുന്ന മൈതാനി പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദിനംപ്രതി ഒട്ടേറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴി സഞ്ചരിക്കാറുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ ആ പോയിൻ്റ് എത്തുമ്പോൾ കണ്ണറിയാതെ അവിടേക്കൊന്ന് എത്തി നോക്കും. വിട്ടുപോയ വേണ്ടപ്പെട്ടവരിൽ ആരൊക്കെയോ എഴുന്നേറ്റ് നിന്ന് എന്നെ നോക്കുന്നത് പോലൊരു ഫീൽ ഉണ്ടാവാറുണ്ട്. ഇനി ഇവിടെ നിന്നും ഇടത്തോട്ടൊരു പോക്കറ്റ് റോഡ് കയറി 1 കിലോമീറ്ററും 100 മീറ്ററും സഞ്ചരിച്ചാലാണ് ഇവരുടെ സ്കൂൾ എത്തുക. മാതൃക LP സ്കൂൾ മുരിങ്ങോടി. ഒരു 9:50 ആയപ്പോഴേ നമ്മൾ സ്കൂളിലേക്ക് എത്തി. 2 കിലോമീറ്ററും 300 മീറ്ററുമാണ് ആകെ ഉള്ള ദൂരം. ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വന്നത് 5 മിനിറ്റ്. സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഒരു പാർക്കിലോ മറ്റോ പോയ ഒരു പ്രതീതിയാണ് മനസ്സിലുണ്ടാവുന്നത്. കവാടത്തിൻ്റെ 2 തൂണുകളിലും നല്ല 2 പച്ചക്കിളികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പിന്നെ അടുത്തത് അകത്തേക്ക് കടന്നാൽ കുട്ടികൾക്ക് ഊരിക്കളിക്കാനും അതുപോലെ കളിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ താഴത്തെ ഈ ഏരിയയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ക്ലാസ് റൂമുകളും അതുപോലെ മറ്റെന്തൊക്കെയോ ഉണ്ട്. നമ്മൾ നേരെ മേലോട്ടേക്ക് പോകുമ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ പോലെ തോന്നി. സ്കൂൾ ബസ്സുണ്ട്, പക്ഷേ ഇന്ന് നമ്മളവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളവിടെ സ്കൂൾ ബസ് വരാതിരുന്നത്. നമ്മളവിടെ കയറി ചെല്ലുമ്പോഴേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവേശനോത്സവ പരിപാടിയുടെ ഒരുക്കങ്ങളൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. കുട്ടിയെപ്പോലെ പുതുതായി വന്ന കുട്ടികളെ ഒരുക്കുന്നതാണ് കാണുന്നത്. അതുപോലെ ഈ സ്ക്രീനിൽ അവിടെ ഇരുന്ന രക്ഷിതാക്കൾക്ക് എന്തൊക്കെയോ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും പരിപാടിയുടെ ഒരുക്കത്തിലാണ്. നാഫിമോൾ അവളുടെ ഒരു കൂട്ടുകാരിക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഓടി വന്നതാണ് നിങ്ങൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ 1 വർഷം മുന്നേ നാഫിയെ ഇവിടെ ചേർത്തുമ്പോൾ നമുക്ക് രണ്ടാൾക്കും നല്ല പേടിയുണ്ടായിരുന്നു. അവളുടെ ഒരു പഠിത്തവും അവൾക്ക് കിട്ടുന്ന ഒരു കെയറിങ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പോൾ കുട്ടിയെ ഇവിടെ ചേർത്തുന്ന ഈ സമയത്ത് നമുക്ക് രണ്ടാമത് ഒരു സ്കൂളിനെ പറ്റി ചിന്തിക്കേണ്ടി വന്നില്ല. പ്രവേശനോത്സവ പരിപാടി തുടങ്ങുകയായി. അതിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനാ ഗീതം രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ചൊല്ലുകയാണ്. ഈ പരിപാടിയിൽ എനിക്ക് വ്യത്യസ്തത തോന്നിയ ഒരു കാര്യം, ഈ ഇരിക്കുന്നതൊക്കെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥികളാണ്. പക്ഷേ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഒക്കെ തിരഞ്ഞെടുത്തത് ഈ കുഞ്ഞു മക്കളെയാണ്. അതായത് ഇന്നത്തെ ദിവസം ഈ സ്കൂളിൽ പ്രവേശനം നടത്തുന്ന LKGയിലെയും UKGയിലെയും അതുപോലെ 1ാം ക്ലാസ്സിലെയും നവാഗതരായി വന്ന കുഞ്ഞു മക്കളെയാണ് ഇന്നത്തെ ഈ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവർ തിരഞ്ഞെടുത്തത്. അതിനായി പ്രവേശനോത്സവത്തിൻ്റെ തൊപ്പിയും ബാഡ്ജൊക്കെ ധരിപ്പിച്ച് ആ പിഞ്ചു മക്കളെ ആ സ്റ്റെപ്പിൻ്റെ മേലെ ഒരുപോലെ നിരനിരയായി ഒരുക്കി നിർത്താനുള്ള ശ്രമത്തിലാണ് അധ്യാപകരും ടീച്ചേഴ്സും ഒക്കെ. അങ്ങനെ നവാഗതരായി വന്ന എല്ലാ കുഞ്ഞുമക്കളെയും ആ സ്റ്റെപ്പിൻ്റെ മേലേക്കായി വരിയായി അണിനിരത്തി. അടുത്തത് ഉദ്ഘാടന പരിപാടിയാണ്. ഉദ്ഘാടന പരിപാടി ഇവർ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിൽ മെഴുകുതിരി കൊടുത്ത് അതിൽ ദീപം തെളിയിക്കുക. അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ആ ഒരു രീതി എനിക്ക് ചെറിയ പേടി തോന്നി. കാരണം മെഴുകുതിരി ഉരുകി കുഞ്ഞുങ്ങളുടെ കയ്യിൽ വീണാൽ അവർ കരയില്ലേ എന്ന് ഞാൻ പേടിച്ചു. പക്ഷേ ആ മെഴുകുതിരികൾ നേരെ കുത്തനെ പിടിക്കാതെ ചരിച്ച് പിടിക്കണമെന്ന് ടീച്ചേഴ്സ് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായ പേടി ടീച്ചേഴ്സിൻ്റെ ഉള്ളിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം എല്ലാ ഭാഗത്തു നിന്നും ടീച്ചേഴ്സ് എല്ലാ കുട്ടികളോടും മെഴുകുതിരി ചരിച്ച് തന്നെ പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം
ഈ നവാഗതരായി വന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും പഠന കിറ്റോട് കൂടിയുള്ള സമ്മാനപ്പൊതിയും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെ പറയാം. ആ സമ്മാനപ്പൊതി വാങ്ങിക്കുമ്പോൾ ആ പിഞ്ചുമക്കളുടെ ഉള്ളിലുള്ള സന്തോഷം അവരുടെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ സമ്മാനപ്പൊതി വാങ്ങാനുള്ള ഹെന്നുക്കുട്ടിയുടെ ഊഴവും എത്തി. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പരിപാടിക്ക് ശേഷം ചിക്കൻ കറിയും പാൽപ്പായസവും ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ ഒരു സദ്യയും അവർ നമ്മൾക്കായി ഒരുക്കിയിരുന്നു. ശരിക്കും ഈ ഒരു പ്രവേശനോത്സവ പരിപാടിക്ക് സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഒക്കെ എടുത്ത ഒരു എഫേർട്ടിന് അവരെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ പേര് പോലെ ഇവർ ഒരു മാതൃക തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.